ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 25ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്നും ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട് 1 മുതൽ പാർട്ട് 4A വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പഠിച്ചു പോയതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ഫയൽസിൽ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ മുതലുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ PDF നോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ഓരോ ദിവസത്തെ നോട്ട്, അതേപോലെ തന്നെ ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ പോൾ, ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ കൂടെ പ്രാക്ടീസ് കൂടി നടത്തിയെങ്കിൽ മാത്രമാണ് നല്ലൊരു റിവിഷൻ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഘടകങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് എല്ലാ ചോദ്യങ്ങൾ കൂടി പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്താണ് ഓരോ പോയിന്റ്സും പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിലവിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 എക്സിക്യൂട്ടീവ് ആണ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേറ്റീവ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, ഒന്നാമത്തെയാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ജുഡീഷ്യറി, മൂന്നാമത്തെ ലെജിസ്ലേറ്റീവ്. എക്സിക്യൂട്ടീവ് ആണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് എന്ത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അതായത് നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, 1 കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും 2 സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണുള്ളത്. 1 എക്സിക്യൂട്ടീവ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേറ്റീവ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം എന്നതാണ് അതിൻ്റെ മലയാളം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗങ്ങൾ നിലവിൽ നടത്തുന്നത്, 1 കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവുമാണ്. ഓക്കെ, ഇനി യൂണിയൻ എക്സിക്യൂട്ടീവ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ആരൊക്കെ? രാഷ്ട്രപതി, അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഓക്കെ, അപ്പോൾ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് ആരൊക്കെ എന്ന് പറയുന്നത്? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുണ്ട്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ഇത്രയാണ് ഏതിൽ വരുന്നത്? ഈ പറയുന്ന കേന്ദ്ര നിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവര്. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നത് രാഷ്ട്രീയ നിർവഹണ വിഭാഗം എന്നാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ നിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയെയും അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരെയും ചേർത്താണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രീയ നിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി ഉദ്യോഗസ്ഥർ ഇവിടുത്തെ അറിയപ്പെടുന്നതാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാനുള്ളത്. അതായത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, അതേപോലെ തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവ് ആരൊക്കെയാണ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ഇനി നമുക്ക് പഠിക്കാം ഓരോന്നിനെ കുറിച്ചും. അതായത് ഈ പറയുന്ന എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കാം. ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്?
ഒത്തിരി തവണ PSC ബേസ് ലെവലായിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. അതായത് ശരിക്കും മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് എന്താണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, 52 ആണ്. രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നാൽ ആരാണ്? രാഷ്ട്രപതി അല്ല, അത് പ്രധാനമന്ത്രിയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാ? അത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവർത്തികളും രാഷ്ട്രപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് ആരെന്ന് പറയുന്നത്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നിലവിൽ ഈ പറയുന്ന അധികാരമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ആ അധികാരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ആരാ? ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ തന്നെയാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ ലോകസഭയാണ്. അത് റൊട്ടേഷൻ അനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഒരിക്കലും ഈ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ്? സുപ്രീം കോടതിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ എന്ത് ചെയ്യുന്നത്, പരിഹരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 5 വർഷമാണ് അതിൻ്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിച്ചതാണ്. ഡിഗ്രി ലെവൽ മുതൽ ഇങ്ങ് 10th ലെവൽ വരെയുള്ള എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കാണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ്. ഓക്കെ, അപ്പോൾ ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് രാഷ്ട്രപതിനെ കുറിച്ചാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 52. രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ എന്നാൽ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ. അതേപോലെ ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തപ്പെടുന്നത്. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം. എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. അതേപോലെ സത്യവാചകം രാഷ്ട്രപതിക്ക് ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അഭാവത്തിൽ മാത്രം മുതിർന്ന ജഡ്ജി ആയിരിക്കും സുപ്രീം കോടതിയിലെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി രാജിക്കത്ത് സമർപ്പിക്കേണ്ടതാണെങ്കിൽ ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ അത് 54. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ചോദിച്ചിട്ടുണ്ട്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ
ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇതിൻ്റെ അകത്ത് വരും. സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെ ഡൽഹി, പുതുച്ചേരി ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിലവിൽ വോട്ടവകാശം ഇല്ല. അതേപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യത്തെ സമ്പ്രദായമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു പോരുന്നത്. അപ്പോൾ എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു പോരുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം ചോദിക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പർ അത് എന്താണ്? പാർലമെന്റ് അംഗങ്ങൾക്കാണെങ്കിൽ പച്ചയും അതേപോലെ തന്നെ നിയമസഭാ അംഗങ്ങൾക്കാണെങ്കിൽ ഇത് പിങ്ക് കളറുമാണ്. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ചയാണ്, നിയമസഭാ അംഗങ്ങൾക്കാണെങ്കിൽ അത് പിങ്ക് ആണ്. ഓക്കെ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സുപ്രീം കോടതി അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 71 ഓക്കെ. അപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അത് ഏത് അനുച്ഛേദ പ്രകാരമാണ് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 71 പ്രകാരമാണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യം ഒന്ന് നോക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആ. ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒത്തിരി തവണ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിട്ടൊക്കെ ചോദിക്കാറുണ്ട് PSC. അതായത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം, അതേപോലെ തന്നെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. ഓക്കെ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. എന്നാൽ അധികാരത്തിലിരിക്കെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നമുക്കറിയാം, ഇന്ത്യൻ പൗരനായിരിക്കണം, അതേപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത വേണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്, എന്നാൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അധികാരങ്ങൾ? എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ഫിനാൻഷ്യൽ അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, അതേപോലെ ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ, മിലിറ്ററി അധികാരങ്ങൾ, വീറ്റോ അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഓക്കെ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ? എക്സിക്യൂട്ടീവ് അധികാരങ്ങളുണ്ട്, അതേപോലെ ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട്, ഫിനാൻഷ്യൽ അധികാരങ്ങളുണ്ട്, ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്, ഡിപ്ലോമാറ്റിക് അധികാരങ്ങളുണ്ട്, മിലിറ്ററി അധികാരങ്ങൾ, വീറ്റോ അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഇത്രയൊക്കെയാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. ഒന്ന്, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. അനുച്ഛേദം 53(1) പ്രകാരം യൂണിയന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അനുച്ഛേദം 51(1) പ്രകാരം യൂണിയന്റെ കാര്യനിർവഹണ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ പല ഉന്നത പദവികളിലേക്കും വ്യക്തികളെ നിയമിക്കുന്നതിനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത്. അനുച്ഛേദം 74(1) പ്രകാരം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുന്നു എന്ന് പറയുന്നതാണ് അനുച്ഛേദം 74(1). ഓക്കെ.
ഏത് പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡായി തിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്കുണ്ട്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നതും അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങളിൽ പെടുന്ന പ്രസിഡന്റിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 51 പ്രകാരം യൂണിയന്റെ കാര്യനിർവഹണാധികാരം രാഷ്ട്രപതി നിക്ഷിപ്തം. ഇന്ത്യ ഗവൺമെന്റിന്റെ പല ഉന്നത പദവികളിലെയും വ്യക്തികളെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുകയും പ്രധാനമന്ത്രിയുടെ ഉപദേശം മറ്റു മന്ത്രിമാരെയും എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. അനുച്ഛേദം 74(1) പ്രകാരം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നവരിൽ അങ്ങനെയുള്ള ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ആകുന്നു എന്ന് പറയുന്നു. ഏത് പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം, അതേപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നതും അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് പാർലമെന്റ് ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 87 പ്രകാരം ഓരോ വർഷത്തെയും ആദ്യ സമ്മേളനത്തിനും ഓരോ പൊതു തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിനും പാർലമെന്റ് ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നു. പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് അത് പ്രസിഡന്റിനാണ്. CAG, UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വയ്ക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതിയാണ്. അപ്പോൾ CAG, UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വയ്ക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. പാർലമെന്റിൽ കാലതാമസം നേരിടുന്ന ബില്ലിനെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ചോ രാഷ്ട്രപതിക്ക് പാർലമെന്റിനോട് വിശദീകരണം തേടാൻ കഴിയും. കേന്ദ്ര ഗവൺമെന്റ് നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? PSC ഒരു തവണ ചോദിച്ചതാണ്. അതേതാണ്? ആർട്ടിക്കിൾ 102 ആണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടതുകൊണ്ട് പ്രസിഡന്റ് ആണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 103. ഓക്കെ, അപ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത് പ്രസിഡന്റ് ആണെന്ന് പരാമർശിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് 103 ആണ്. അനുച്ഛേദം 103 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കേണ്ടതും രാഷ്ട്രപതി തന്നെയാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗത്തെ അയോഗ്യനാക്കുന്നത് പ്രസ്തുത സഭയുടെ അധ്യക്ഷനാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 102 ഇമ്പോർട്ടൻ്റ് ആണ്, 103 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് 102, എന്നാൽ എന്താണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് അവസാന തീരുമാനം കൈക്കൊള്ളേണ്ടത് പ്രസിഡന്റ് ആണെന്നും പറയുന്നതാണ് ആർട്ടിക്കിൾ 103. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ അധികാരത്തിൽ പെടുന്നതാണ്. രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധനബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതേപോലെ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വായിക്കുന്നതും രാഷ്ട്രപതിയുടെ പേരിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവെക്കാതിരിക്കാൻ രാഷ്ട്രപതിക്ക് യാതൊരു നിർവാഹവുമില്ല. ഓക്കെ, അപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയും. പക്ഷേ എന്താണ്, പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവെക്കാതിരിക്കാൻ രാഷ്ട്രപതിക്ക് കഴിയത്തില്ല. കാരണം എന്ത് ചെയ്യേണ്ടി വരും? അതിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഓക്കെ, ഇനി ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമുക്കറിയാം, അതെപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതായി ഈ പറയുന്ന
സുപ്രീം കോടതി അതേപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 143 143 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താണ് അനുച്ഛേദം 143 പ്രകാരം ഏത് വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 143. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 143 എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് എന്ത് വിഷയത്തിലും സുപ്രീം കോടതിയോട് ഉപദേശം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വെക്കാൻ വേണ്ടി പറയാറുള്ളത്. അതായത് സുപ്രീം കോർട്ടിനും അതേപോലെ തന്നെ എന്താണ് രാഷ്ട്രപതിക്കും തമ്മിലുള്ള ലവ്, അതിനെയാണ് 143. അപ്പൊ നമുക്കറിയാലോ, അപ്പൊ എന്താണ് ഉപദേശമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിയോട് എന്തുപദേശവും ചോദിക്കാൻ രാഷ്ട്രപതിക്കുള്ള അധികാരത്തെയാണ് ആർട്ടിക്കിൾ 143 പറയുന്നത്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരം. ഒരു കുറ്റവാളിക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതൊരു കോടതി നൽകിയ ശിക്ഷയും വധശിക്ഷ ഉൾപ്പെടെ ഇളവ് ചെയ്യുന്നതിനുള്ള മാപ്പ് നൽകുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന രാഷ്ട്രപതിക്കുണ്ട്. നമ്മൾ പറയാറുണ്ട് പൊതുമാപ്പ് രാഷ്ട്രപതിയുടെ. ഓക്കെ, ഇനി സംസ്ഥാന നിയമത്തിന്റെ പരിധിക്കുള്ളിൽ ഏത് ശിക്ഷയും നിർത്തിവെക്കാനോ ഇളവ് ചെയ്യാനും മാപ്പ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്കാണ്. പട്ടാള കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ്. ഗവർണർക്ക് അതിൻ്റെ അകത്ത് അധികാരമില്ല. അപ്പോൾ പട്ടാള കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി മാത്രമാണ്. അവിടെ എന്തില്ല? ഗവർണർക്ക് അധികാരമില്ല. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനുള്ള അധികാരമുള്ളതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 72. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഓർത്തു വച്ചോ. ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു പോയേക്കണ ചോദ്യമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 അതേപോലെ തന്നെയാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം അല്ലെങ്കിൽ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് 161, അതായത് 161 അനുച്ഛേദം അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത്. അപ്പോൾ ഗവർണർ മാപ്പ് നൽകുന്നത് 161. അതേപോലെ തന്നെ രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 72. രണ്ടും മാറിപ്പോവരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്, എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നടക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണെങ്കിലും അവയ്ക്ക് അംഗീകാരം നൽകുന്നത് ആരാ? പാർലമെന്റ് ആണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് മിലിറ്ററി അധികാരങ്ങൾ. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിനും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. അതേപോലെ പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നതും രാഷ്ട്രപതിയാണ്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നതും ആര് തന്നെയാ? രാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ കരസേനയുണ്ട്, വ്യോമസേനയുണ്ട്, നാവികസേന, ഇവരുടെയൊക്കെ തലവന്മാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഡിനൻസ്. ഒത്തിരി തവണ ചോദിക്കാറുണ്ട് ഓർഡിനൻസിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്നുള്ളത്. ഓടിക്കോ 1, 2, 3 എന്ന് ഓർത്താൽ മതി. അപ്പോൾ അതെപ്പോഴും കിട്ടും. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിളാണ് 1, 2, 3. നമ്മൾ എന്താണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഓട്ട മത്സരമൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓടിക്കോ 1, 2, 3. അപ്പോൾ ഓർഡിനൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 1, 2, 3 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പാർലമെന്റിലെ ഇരുസഭകളിലും ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ പാർലമെന്റിൽ ഇരുസഭകളിൽ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതി. ഭരണഘടനയുടെ 123 വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിലാണ് പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റിൽ അംഗീകരിക്കേണ്ടത്. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എത്രയാണെന്ന് ചോദിച്ചേണ്ട ഈ ചോദ്യം. ഒരു ഓർഡിനൻസിന്റെ സാധാരണ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 6 മാസമാണ്. പാർലമെന്റ് അംഗീകരിക്കാതെ പരിഗണിക്കാതെ ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 6 മാസവും 6 ആഴ്ചയും. പാർലമെന്റിന്റെ ഇത് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യവും എന്ത് തന്നെയാണ്? 6 മാസം ആയതിനാലാണ്.
രാഷ്ട്രപതിക്ക് ഏത് സമയത്തും പിൻവലിക്കാവുന്നതാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച പ്രസിഡന്റ് ആരാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച പ്രസിഡന്റ് ആണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഏറ്റവും കൂടുതൽ തവണ ഓർഡിനൻസ് പുറപ്പെടുവിച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓർഡിനൻസ് നികുതി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. ഓർഡിനൻസ് ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഓർഡിനൻസ് എന്താണ്? നികുതി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. എന്നാൽ ഓർഡിനൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഭരണഘടനാ ഭേദഗതി വരുത്താനായിട്ട് സാധിക്കത്തില്ല. ഇനി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ, അതും PSC ചോദിക്കാറുണ്ട്. ഈ ഓർഡിനൻസ് 1, 2, 3 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രപതിയുടെ വീറ്റോ പവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 111 ആണ്. 111 111 ആണ് രാഷ്ട്രപതിക്ക് അധികാരം. എന്ത്? വീറ്റോ പവറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തടയുക എന്നതാണ്. ഓക്കെ, അപ്പോൾ വീറ്റോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടയുക എന്നതാണ്. 4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് നിലവിലുള്ളത്. ഒന്നാമത്തെയാണ് അബ്സല്യൂട്ട് വീറ്റോ. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 പോക്കറ്റ് വീറ്റോ, 3 സസ്പെൻസീവ് വീറ്റോ, 4 ക്വാളിഫൈഡ് വീറ്റോ. ഓക്കെ, അപ്പോൾ തടയുക എന്നതാണ് ഈ പറയുന്ന എന്തിൻ്റെ വീറ്റോവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് വീറ്റോ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 111 111 ആണ്. 4 തരം വീറ്റോ അധികാരങ്ങളാണ് നിലവിലുള്ളത്. 1 അബ്സല്യൂട്ട് വീറ്റോ, 2 പോക്കറ്റ് വീറ്റോ, 3 സസ്പെൻസീവ് വീറ്റോ, 4 ക്വാളിഫൈഡ് വീറ്റോ. ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് പാസ്സാക്കുന്നു. ആ ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് പ്രയോഗിക്കുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിലും ഒരു മന്ത്രിസഭ രാജിവെക്കുകയും പുതിയതായി അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസാക്കിയ ബില്ല് ഒപ്പിടേണ്ട എന്ന ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഏത് ചെയ്യുന്നത്? ഈ പറയുന്ന അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. ഇത് എന്താണ്? ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിലും അതേപോലെ മന്ത്രിസഭ ഇപ്പോൾ രാജിവെച്ചു, പുതുതായി അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിടേണ്ട എന്ന് ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലും എന്താണ്? ആ ഒരു സമയത്ത് നമുക്ക് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതാണ് പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബില്ല് ഒപ്പിടാതെ കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൈവശം വയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാനി സെയിൽ സിംഗ് ആണ്. അത് 1986 എന്താണ് പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് അനുസരിച്ചാണ് പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഗ്യാനി സെയിൽ സിംഗ് എന്ത് ചെയ്തത്? സമർപ്പിച്ചത്. അടുത്തതാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച് ബില്ല് വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ തിരികെ വന്നാൽ ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കണം. ഇത്തരത്തിലുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലൂടെ മറികടക്കാനും സാധിക്കും. ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാനാവില്ല. ധനകാര്യ ബില്ലാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സസ്പെൻസീവ് വീറ്റോ പ്രയോഗിക്കാനായിട്ട് പറ്റത്തില്ല. 2006 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് APJ അബ്ദുൽ കലാം സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് APJ അബ്ദുൽ കലാമാണ്. 2006 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ല് APJ അബ്ദുൽ കലാം സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബില്ല് പാർലമെന്റിന് പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന അധികാരമാണ് എന്തെന്ന് പറയുന്നത്? സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലിൽ രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസ്സാക്കുന്നതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാക്കേണ്ടതായി വരും. ഓക്കെ, അപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലിൽ രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം മറികടക്കണമെങ്കിൽ
അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ ബില്ല് ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാക്കേണ്ടതായി വരും. ഇന്ത്യൻ പ്രസിഡന്റ് ക്വാളിഫൈഡ് വീറ്റോ അധികാരം ഇല്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന് എന്തുണ്ട്? വീറ്റോ അധികാരത്തിൽ പറയുന്നുണ്ട് ക്വാളിഫൈഡ് വീറ്റോനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ക്വാളിഫൈഡ് വീറ്റോ നിലവിൽ നമുക്കില്ല. ആർക്കാണുള്ളത്? അമേരിക്കൻ പ്രസിഡന്റിനാണ് നിലവിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും രാഷ്ട്രപതി ഭവനെ കുറിച്ചും നമ്മൾ പറയണം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നതാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. ഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വിൻ ലൂട്ടിൻസ് ആണ്. രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ടിരുന്നത് വൈസ്രോയ്സ് ഹൗസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ എന്താണ്, വൈസ് റീഗൽ പാലസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഡൽഹിയിലാണ്. ഓക്കെ, ആരാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്വിൻ ലൂട്ടിൻസ് ആണ്. എഡ്വിൻ ലൂട്ടിൻസ്. അതേപോലെ ആദ്യകാലത്ത് ഇത് വൈസ്രോയ്സ് ഹൗസ് എന്നും പിന്നെ അതേപോലെ തന്നെ എന്താണ്, വൈസ് റീഗൽ പാലസ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെട്ടത്. ഓക്കെ, പിന്നീടാണ് രാഷ്ട്രപതി ഭവനായി മാറിയത്. 1912 രാഷ്ട്രപതി ഭവൻ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പൂർത്തിയായത് 1929. ഓക്കെ, അപ്പോൾ 12 തുടങ്ങി 29 പൂർത്തിയാക്കി. ഓക്കെ, വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് ലോർഡ് ഇർവിൻ ആണ്. ഹിസ്റ്ററിയിലും ഈ പറഞ്ഞ ചോദ്യമൊക്കെ ഇടയ്ക്ക് കയറി വരാറുണ്ട്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിക്കാറുണ്ട്. അത് ലോർഡ് ഇർവിൻ ആണ്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാല ആചാര്യാണ്. സേലത്തെ മാമ്പഴം, അതേപോലെ തന്നെ എന്താണ്, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സി രാജഗോപാല ആചാരി. ഓക്കെ, ഇനി അമൃത ഉദ്യാനം, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണെന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതി ഭവനിലാണ്. അമൃത ഉദ്യാനം, ഹെർബൽ ഗാർഡൻ എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അതും ഈ പറയുന്ന രാഷ്ട്രപതി ഭവനിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് രാഷ്ട്രപതി നിലയം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് നൈസാമാണ്. എന്നാന്ന് ചോദിച്ചാൽ 1860. ഓക്കെ, PSC ഇങ്ങനെയാണ് ചോദിക്കാറുള്ളൂ. രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹി, രാഷ്ട്രപതി നിലയം ഹൈദരാബാദ്. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രപതി നിവാസ്. ഓക്കെ, രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് ഏതെന്ന് പറയുന്നത്? രാഷ്ട്രപതി നിവാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതി അറിയപ്പെടുന്നതാണ് എന്ത്? രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതി നിവാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. ഷിംലയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന സിംലയിൽ വൈസ്രോയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജാണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപതി നിവാസായി മാറിയത്. രാഷ്ട്രപതി നിവാസ് രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി ഇർവിനും ആണ്. ഈ പറയുന്ന രാഷ്ട്രപതി നിവാസ് രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിൻ ആണ്. വൈസ് റീഗൽ ലോഡ്ജിനെ ആദ്യ താമസക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യ താമസക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡഫറിൻ പ്രഭു ആണ്. വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യ താമസക്കാരൻ ഡഫറിൻ പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, രാഷ്ട്രപതി ഭവനാണ്, സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി നിലയമാണ്, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിവാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സിംലയിലാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ, അതായത് രാഷ്ട്രപതി നിയമിക്കുന്ന ആളുകൾ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി, അതേപോലെ തന്നെ എന്താണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC ചെയർമാൻ അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കര, നാവിക, വ്യോമ, സംയുക്ത സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർമാർ, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ. ഇത്രയും പേരെ നിയമിക്കുന്നു. അതേപോലെ എന്താണ്, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവർ. ഓക്കെ, അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ, അതേപോലെ തന്നെ ഹൈ കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്?
രാഷ്ട്രപതിയാണ്. അപ്പോൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC അംഗങ്ങൾ, CAG, അറ്റോർണി ജനറൽ, കരനാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശകാര്യങ്ങളിലെ അംബാസഡർമാർ, ഹൈക്കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവർ. ഇനി രാഷ്ട്രപതി നീക്കം ചെയ്യുന്നവര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർമാരെ നീക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ, അറ്റോർണി ജനറൽ, CAG, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ. ഇത്രയും പേരെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരെയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതി ഇത്രയും പേരെയാണ്. ഓക്കെ, അപ്പോൾ നീക്കം ചെയ്യുന്നവർ ഗവർണർ, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ, UPSC ചെയർമാൻ അംഗങ്ങൾ, അതേപോലെ സംസ്ഥാന PSC ചെയർമാൻ അംഗങ്ങൾ, CAG കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ. ഇത്രയും പേരെ നിയമിക്കുന്നതും അതായത് നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇനി അടുത്തൊരു ഇതിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, അതേപോലെ തന്നെ എന്താണ് അടിയന്തരാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ആക്കി സെറ്റ് ചെയ്ത് ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നോട്ടോട് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക, അതേപോലെ കറക്റ്റായിട്ട് തന്നെ റിവിഷൻ ചെയ്യുക, അതേപോലെ എല്ലാ ദിവസങ്ങളും ക്ലാസ് കാണുക, നോട്ട് വായിക്കുക, ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു നമ്മുടെ ഒരു പഠനം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും റിവിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണ്. അടുത്തൊരു എക്സാം ഏത് വന്നു കഴിഞ്ഞാലും അതിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താവുന്ന ലെവലിലേക്ക് നിങ്ങളുടെ റേഞ്ച് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? വിശ്വാസം അർപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത് ആദ്യം ആരാണ്? നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെ വിചാരിക്കുക നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ കരുതി മുന്നോട്ടേക്ക് നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ പറ്റാവുന്ന അത്ര ടൈം എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യാനും പഠിക്കുക. അപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ എല്ലാം ഏറ്റവും വലിയ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റിവിഷനാണ്. റിവിഷൻ മസ്റ്റാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ പഠിച്ചാലും നമ്മൾ എല്ലാവരും കുറച്ച് കളയുമ്പോൾ മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക? റിവിഷൻ കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അതുമാത്രമാണ് ഇത് എന്താണ് നല്ലൊരു റാങ്കിലേക്ക് വരാനും ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.